അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പറയുന്നു. അതേസമയം അനീഷ് ചെറുവള്ളി വാർത്ത സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അനീഷ്, ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ച് രാഷ്ട്രപതിയായ ശേഷമുള്ള ആദ്യ സംയുക്ത സമ്മേളനം, അതും ബജറ്റ് സമ്മേളനം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെ നയങ്ങൾ ഉയർത്തിക്കാട്ടുന്നു? സർക്കാരിൻ്റെ എന്തൊക്കെ നയങ്ങളാണ് രാഷ്ട്രപതി ഉയർത്തിക്കാട്ടുന്നത്? ഫിറോസ്, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലൂടെ നമ്മൾ ഒരിക്കൽ കൂടി കടന്നുപോയാൽ മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമായിരുന്നു ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെൻറ്റിൽ നടത്തിയത്. പ്രധാനമായും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. പ്രധാനമായും രാഷ്ട്രപതി പറഞ്ഞത് ഇന്ത്യയുടെ പ്രതിച്ഛായ, മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയുടെ പ്രതിച്ഛായ ആഗോളതലത്തിൽ മാറിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതി തൻ്റെ നയപ്രഖ്യാപനം തുടങ്ങിയത്. പ്രധാനമായും BJP ഉയർത്തിക്കാട്ടുന്ന ചില ഭരണ നേട്ടങ്ങളൊക്കെ മുത്തലാഖ് നിരോധനം, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ഉൾപ്പെടെയുള്ള ഭരണ നേട്ടങ്ങളും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. പ്രധാനമായും അതിർത്തി സുരക്ഷ സംബന്ധിച്ചും ചില കാര്യങ്ങൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വിമർശനം ഉന്നയിക്കുന്നതിനിടെ ഒരു പരോക്ഷ മറുപടി എന്ന നിലയിൽ പോലും നമുക്ക് അതിർത്തി സുരക്ഷയിൽ ഇന്ത്യ ശക്തമായ സാന്നിധ്യം ഇന്ത്യക്കുണ്ട്, ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ ശക്തമാണെന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിനുള്ള ഒരു പരോക്ഷ മറുപടിയായിട്ട് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും ഫിറോസ്. ഒപ്പം തന്നെ കോവിഡ് കാലത്ത് സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചുവെന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറയുന്നു. ആദിവാസി ക്ഷേമത്തിനായും സർക്കാർ പ്രവർത്തിച്ചു. ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടു, കൃത്യമായി പരിഹരിക്കാൻ സർക്കാരിനായി. ചെറുകിട കർഷകർക്ക് 2.25 ലക്ഷം കോടി രൂപ ഈ സർക്കാർ നീക്കിവെച്ചുവെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ലോകം ഇന്ത്യയെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നും സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിച്ചു. ഈ കേന്ദ്ര സർക്കാർ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു എന്നും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറയുന്നു. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ചൂണ്ടിക്കാണിക്കേണ്ടത് മധ്യവർഗ സമൂഹത്തെ കേന്ദ്ര സർക്കാർ തഴയുന്നുവെന്ന RSSനുൾപ്പെടെ ഒരു വിമർശനം നിലനിൽക്കെയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ മധ്യവർഗത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത് രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു, അതുപോലെ തന്നെ കോവിഡ് കാലത്ത് അടക്കം സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു എന്ന് ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പ്രവർത്തനത്തെയും എടുത്തു പറയാൻ രാഷ്ട്രപതി മറന്നില്ല. അഴിമതിക്കെതിരെ ഒരു ശക്തമായ നടപടികൾ എടുക്കാനും അഴിമതി വിരുദ്ധ സംവിധാനം രൂപീകരിക്കാനും കേന്ദ്ര സർക്കാരിനായെന്ന് ഈ ഒരു നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കുന്നു. അഴിമതിക്കെതിരെ നടപടിയെടുത്തു. അതോടൊപ്പം തന്നെ ആത്മനിർഭർ ഭാരത്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത വലിയ മുദ്രാവാക്യമാണ് ആത്മനിർഭർ ഭാരത്. ഇതിലേക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നുണ്ട്. ഒപ്പം തന്നെ പിന്നോക്ക വിഭാഗ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഉന്നമിടുന്ന ചില ഭരണ ലക്ഷ്യങ്ങളുണ്ട്. ആ ഒരു ലക്ഷ്യങ്ങളും ഇന്നത്തെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ കടന്നു വന്നു. പ്രധാനമായും 100 പിന്നോക്ക ജില്ലകളെ വികസന പാതയിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് ഇന്നത്തെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സ്ത്രീ ശുചിത്വത്തിന് മുൻഗണന നൽകുന്നു. ഗോത്രവർഗ നേതാക്കൾക്ക് അംഗീകാരവും ആദരവും നൽകി. പ്രധാനമായും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗോത്രവർഗ മേഖലയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്. ആ ഒരു മേഖലയിൽ നിന്നുള്ള പ്രതിനിധി രാഷ്ട്രപതിയായി നിൽക്കുമ്പോൾ ഗോത്രവർഗ മേഖലയ്ക്ക് ഗോത്രവർഗ വിഭാഗത്തിന് സർക്കാർ അംഗീകാരവും ആദരവും നൽകിയെന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഇടം പിടിക്കുന്നത് വലിയൊരു ശ്രദ്ധേയമായ കാര്യമാണെന്നും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളും ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ അക്കമിട്ട് പറയുന്നുണ്ട്. പ്രതിരോധ കയറ്റുമതി 6 ഇരട്ടിയാക്കി വർദ്ധിച്ചു. കായിക താരങ്ങൾക്ക് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പ്രശംസിച്ചു. കായിക താരങ്ങൾക്കും രാഷ്ട്രപതിയുടെ
പ്രസംഗത്തിൽ പ്രശംസയുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ യശസ് ഉയർത്താൻ കായിക താരങ്ങൾക്ക് കഴിഞ്ഞു എന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പറയുന്നു. ഈ അടിസ്ഥാന സൗകര്യ മേഖലയിലേക്കും രാഷ്ട്രപതിയുടെ പ്രസംഗം ഒന്ന് അനീഷ്